അപ്പോൾ നമുക്ക് നമ്മുടെ +2 സിമ്പിളായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സാം എന്ന ലേണിംഗ് ആപ്പിൽ നല്ല അടിപൊളി ക്ലാസ്സസ് ഉണ്ട്. കൂടാതെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, പിന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. നമുക്ക് സിമ്പിളായിട്ട് ഫുൾ മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ യൂണിറ്റ് സെൽ എന്താണെന്നും പല ടൈപ്പ് യൂണിറ്റ് സെൽസ് ഏതൊക്കെയാണെന്നും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് ക്യൂബിക് യൂണിറ്റ് സെൽസിൻ്റെ കുറച്ച് 3 ടൈപ്സ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ എന്താണ് ഈ ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു ക്യൂബ് ഷേപ്പിലുള്ള യൂണിറ്റ് സെല്ലാണ്. അതിൻ്റെ 3 ടൈപ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരിക? ക്യൂബിൻ്റെ 3 ടൈപ്സ് ഉണ്ടോ? ക്യൂബ് ഒരു ടൈപ്പ് ക്യൂബേ ഉള്ളൂ. പക്ഷെ അതിനകത്ത് ആറ്റംസ് എവിടെയൊക്കെ വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ ആറ്റംസ് എവിടെയൊക്കെ വെക്കാം നിങ്ങൾ പറ. കോർണറിൽ വെക്കാൻ വേണമെങ്കിൽ അല്ലെ, ക്യൂബിന്റെ കോർണർ കൊണ്ടേ വെക്കാം, അല്ലെ ക്യൂബിന്റെ നടുവിൽ കൊണ്ടേ വെക്കാം, അല്ലെ ക്യൂബിന്റെ ഒരു ഫേസിന്മ കൊണ്ടേ വെക്കാം, അല്ലെ ക്യൂബിന്റെ ഒരു എഡ്ജിമ കൊണ്ടേ വെക്കാം. അങ്ങനെ പല സ്ഥലത്തും കൊണ്ടേ വെക്കാം അല്ലേ. അതെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ടൈപ്പ് നോക്കാം. അതായത് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. അതെന്താന്ന് പറഞ്ഞാല് ഒരു ക്യൂബിന് 8 കോർണർ ഉണ്ടല്ലോ. ആ 8 കോർണറിലും ഓരോ സ്ഫിയറിനെ കൊണ്ടേ വെക്കാം, അല്ലെ ഓരോ പാർട്ടിക്കിളിനെ കൊണ്ടേ വെക്കാം അല്ലെ. ആറ്റംസ് ആണെന്ന് വിചാരിക്കാം. ആറ്റംസ് ആണെങ്കിൽ 8 കോർണറിലും ഓരോ ആറ്റംസ് ഉണ്ട്. അതാണ് പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, ഇനി ഓരോ യൂണിറ്റ് സെല്ലിന്റെ ഉള്ളിലും എഫക്റ്റീവ്ലി എത്ര ആറ്റം ഉണ്ട്? അതായത് ക്യൂബിന്റെ 8 കോർണറിൽ ഓരോ ആറ്റം ഉണ്ട്. പക്ഷെ അത് ആറ്റത്തിന്റെ മുഴുവൻ ഭാഗം ക്യൂബിന്റെ ഉള്ളിലാണോ? അല്ല, കുറച്ച് ഭാഗം പുറത്താ അല്ലെ. അപ്പൊ എഫക്റ്റീവ്ലി എത്ര ആറ്റം ഒരു ക്യൂബിന്റെ ഉള്ളിലുണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യാം. ഇതിന്റെ എന്തുണ്ട്? ഓരോ കോർണറിലും ഓരോ ആറ്റം ഉണ്ട് അല്ലെ. ഇനി ഇതിന്റെ ഒരു കോർണർ നമുക്ക് സൂം ചെയ്താലോ? അപ്പൊ അവിടെ എന്താ കാണാനുള്ളത് നിങ്ങൾക്ക്? ഒരു കോർണറിൽ ഒരു ആറ്റം ഉണ്ട് അല്ലെ. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ആ ആറ്റത്തിന്റെ എത്ര പാർട്ടാണ് നമ്മുടെ ക്യൂബിന്റെ ഉള്ളിലുള്ളത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്യൂബിന്റെ ടോപ്പ് ഫേസിന്റെ മുകളിലോട്ടുള്ള ഭാഗം, ആ സ്ഫിയറിന്റെ അല്ലെ ആ ആറ്റത്തിന്റെ ആ ടോപ്പ് ഫേസിന്റെ മുകളിലോട്ടുള്ള ഭാഗം വെട്ടിക്കളയാം. അപ്പൊ എന്താ? ഈ സ്ഫിയർ 1/2 ആയി അല്ലെ. ഇനി സൈഡ് ഫേസിന്റെ ആ സൈഡ് ഫേസിന്റെ പുറത്തോട്ടുള്ള ഭാഗം വെട്ടിക്കളയാം. അപ്പോ സ്ഫിയർ ആദ്യം പകുതിയായി, അപ്പോൾ 1/2. അതിന് പിന്നെ ഇപ്പൊ നമ്മൾ പകുതിയാക്കി അല്ലെ, 1/4 ആയി. ഇനി 1/4 ഓഫ് സ്ഫിയർ ബാക്കിയുണ്ട് അല്ലെ. അതിന്റെ ഫ്രണ്ട് ഫേസിന്റെ പുറത്തുള്ള ഭാഗം ഞാനങ്ങ് വെട്ടിക്കളയാണ്. അപ്പൊ എന്ത് ബാക്കി ഉണ്ടാവും? 1/4ന്റെ പകുതിയാണ് ബാക്കിയുള്ളത്. 1/4ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/8. 1/8 ഓഫ് എ സ്ഫിയർ ആണ് ബാക്കിയുള്ളത്, അതായത് ക്യൂബിന്റെ ഉള്ളിലുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ച് മൊത്തം പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ കൺസിഡർ ചെയ്യാം. 8 കോർണറിലും ഓരോ ആറ്റം. ആ 8 ആറ്റത്തിന്റെയും 1/8 പാർട്ടാണ് എവിടെയുള്ളത്? നമ്മുടെ ക്യൂബിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻസൈഡ് ദ പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 × 1/8 = 1. ഒറ്റ ആറ്റമാണ് എഫക്റ്റീവ്ലി ഇൻസൈഡ് ദ ക്യൂബിക് യൂണിറ്റ് സെൽ. ഏത് ക്യൂബിക് യൂണിറ്റ് സെൽ? പ്രിമിറ്റീവ് ക്യൂബിക് യൂണിറ്റ് സെൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഏതൊക്കെ ക്യൂബിക് യൂണിറ്റ് സെൽസ് ഉണ്ട് പ്രിമിറ്റീവ് അല്ലാതെ? ബോഡി സെന്റേർഡ് എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ ക്യൂബിന്റെ നടുവിൽ തന്നെ ഒരു ആറ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂബിന്റെ നടുവിൽ മാത്രമല്ല കേട്ടോ, കോർണറിലും ഉണ്ട്. അത് കൂടാതെ നടുവിലുണ്ട്, ബോഡിയുടെ നടുവിലുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എഫക്റ്റീവ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻസൈഡ് ദ യൂണിറ്റ് സെല്ല്? കോർണറിൽ എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഓരോ കോർണറിലും ആയിട്ടുണ്ട്. അതിന്റെ 1/8 പാർട്ടാണ് ഉള്ളിൽ. അപ്പൊ 8 × 1/8 1 അല്ലെ. പിന്നെ ഒരാൾ എക്സ്ട്രാ എവിടെ ഉണ്ട്? യൂണിറ്റ് സെല്ലിന്റെ നടുവിലുണ്ട് അല്ലെ. അപ്പൊ 1 + 1 = 2 നമ്പർ ഓഫ് ആറ്റംസ് ഇൻസൈഡ് ദ ബോഡി സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ ആണുള്ളത്. നമുക്കിനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ കാണാം. അതാണ് ഫേസ് സെന്റേർഡ്. അതായത് എൻ്റെ ഫേസിന്റെ നടുവിൽ വരണമെന്നാണോ, ഈ മൂക്കിൽ വരണമെന്നാണോ?
നമുക്കൊക്കെ ഒരു ഫേസ് ഉള്ളൂ അല്ലേ? ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്? ക്യൂബിന് 6 ഫേസ് ഉണ്ട്. അപ്പോൾ ഫേസ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോർണറിൽ ഓരോ ആറ്റം അല്ലാതെ, അത് കൂടാതെ ഓരോ ഫേസിന്റെ സെന്ററിലും ഓരോ ആറ്റം ഉണ്ട്. ഓക്കെ, അതായത് ഒരു ക്യൂബ് ഉണ്ട്, 8 കോർണറിലും ഓരോ ആറ്റംസ്, അത് പോരാതെ ഓരോ ഫേസിന്റെ സെന്ററിലും ഓരോ ആറ്റംസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എഫക്റ്റീവ്ലി എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട് ഇൻസൈഡ് ദ ക്യൂബ്. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? കോർണറിൽ 8 എണ്ണം, അതിന്റെ എഫക്റ്റീവ് എത്രയാണ്? 1 ആണ് അല്ലെ? 8 × 1/8 1 ആണ്. പിന്നെ എന്താ പറഞ്ഞ ഓരോ ഫേസിലും ഓരോന്ന് വീതമുണ്ട്. ക്യൂബിന് എത്ര ഫേസാ? 6 ഫേസ് ആണ് അല്ലെ? ഇനി നിങ്ങൾ നോക്കിക്കോ, ഫേസ് സെന്റേർഡ് ആയിട്ടുള്ള, അതായത് ഓരോ ഫേസിന്റെയും സെന്ററിലുള്ള ഒരു സ്ഫിയറിന്റെ എത്ര പാർട്ടാണ് ഉള്ളിൽ, എത്ര പാർട്ടാണ് പുറത്ത്? ഞാൻ ഈ സൈഡിലെ ഫേസിലെ ആറ്റത്തിനെ പകുതിയാക്കുക അല്ലെ? പകുതി പുറത്തും പകുതി അകത്തുമാണ്. അപ്പൊ 6 ആറ്റംസ് പകുതി ഉള്ളിൽ അല്ലെ? 6 × 1/2 = 3. അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻസൈഡ് ദ ക്യൂബ് എത്രയാണ്? ഏത് ക്യൂബ്? ഫേസ് സെന്റേർഡ് ക്യൂബിക് യൂണിറ്റ് സെൽ എത്രയാണ്? കോർണറിലുള്ളത് വെച്ചിട്ട് 1 എണ്ണം അല്ലെ? എഫക്റ്റീവ്ലി 1 എണ്ണം. ഫേസിലുള്ളത് വെച്ചിട്ട് 6 × 1/2, അതായത് 3. 3 + 1 4 നമ്പർ ഓഫ് ആറ്റംസ് എഫക്റ്റീവ്ലി ഇൻസൈഡ് ദ ഫേസ് സെന്റേർഡ് യൂണിറ്റ് സെൽ. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് ടൈപ്സ്? പ്രിമിറ്റീവ്, പിന്നെ ബോഡി സെന്റേർഡ്, പിന്നെ ഫേസ് സെന്റേർഡ്. ഓക്കെ, ഇനിയും ഇഷ്ടം പോലെ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽസ് ഉണ്ട്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോനകത്ത് കണ്ടില്ലേ? അതായത് ക്യൂബിക്, ടെട്രഗണൽ, ഓർത്തോഹെഡ്രൽ, പിന്നെന്തായിരുന്നു? ട്രൈക്ലീനിക്, റോംബോഹെഡ്രൽ, അങ്ങനെയൊക്കെ പലതും പഠിച്ചു. ആ ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽസിനും ഇങ്ങനെ ബോഡി സെന്റേർഡ്, പ്രിമിറ്റീവ്, ഫേസ് സെന്റേർഡ്, എഡ്ജ് സെന്റേർഡ്, അങ്ങനെ പല ടൈപ്സും ഉണ്ട്. ഓക്കെ, എഡ്ജ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു എഡ്ജിന്റെ സെന്ററിലായിരിക്കും ഒരു ആറ്റം ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ പല ടൈപ്പ് വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? 14 ബ്രവേസ് ലാറ്റിസസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പോ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ സാധനമൊക്കെ അടുത്ത സെക്ഷൻസിൽ നമ്മൾ പഠിക്കും. അതായത് എത്ര വോളിയം ഇൻസൈഡ് ദ ക്യൂബ് ഓക്യുപ്പൈഡ് ആണ്, എത്ര കാലിയാണ് എന്നൊക്കെ പഠിക്കും അടുത്ത സെക്ഷനിൽ.